സ്റ്റാർട്ടപ്പും ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം പോലും പലർക്കും അറിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഓൺടർപ്രണേഴ്സും ബിസിനസ് ഓണേഴ്സും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെ ആൾക്കാർക്ക് അറിയില്ല. കാരണം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതെന്താണ് ഒരു സിസ്റ്റം റൺ ചെയ്ത് വരുന്ന ഒരു സ്റ്റഡി സ്ലോ ഗ്രോത്തിൽ പോകുന്ന ഒരു മോഡൽ. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ ഒരു സ്വഭാവത്തിൽ വരുന്ന ഒരു സംഗതിയാണ്. കാരണം മറ്റേത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രഡീഷണൽ മോഡൽസ് ആയിരിക്കും. സ്റ്റാർട്ടപ്പിന് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈവൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മോഡലാണെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും ന്യൂ ആയിട്ട് കൊണ്ടുവരാം. ഒരു പുതിയ സ്വഭാവം അതിനുണ്ടാവണം. ആൻഡ് സ്കെയിലബിൾ ആയിരിക്കണം. ഇത് എത്ര ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 10 പേർക്ക് കൊടുക്കുന്ന സംഗതി 100 പേർക്ക് കൊടുക്കണമെങ്കിൽ അത്രയും ടൈം എടുക്കും, അത്രയും ഇൻഫ്ര വേണ്ടി വരും, അത്രയും കാര്യങ്ങൾ വേണ്ടി വരും, അത്രയും സെറ്റപ്സ് വേണ്ടി വരും. പക്ഷെ അതേ സംഭവം ഒരു സ്റ്റാർട്ടപ്പ് 10 പേർക്കും 100 പേർക്കും 1000 പേർക്കും 1,00,000 പേർക്കും 10,00,000 പേർക്കും കൊടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള മോഡൽസിനെയാണ് സ്കെയിലബിൾ ഓപ്പർച്യൂണിറ്റി ഉള്ള മോഡൽസാണ് നമ്മൾ സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും പല ആൾക്കാർക്കും അറിയത്തില്ല. ആൻഡ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എൻഡ് ഓഫ് ദ ഡേ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരുകൾ പറഞ്ഞിട്ട് പോലും ഈ പറയുന്ന ടെർമിനോളജീസ് ട്രെൻഡിങ് ആയിട്ട് വരുമ്പോൾ ഇവർ അട്രാക്റ്റീവ് ആവുന്ന എന്താണ്, ഓക്കെ ഇതിന് വലിയ സ്കോപ്പ് ഉണ്ട്, കാരണം കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഞാൻ എന്ത് ചെയ്തേക്കാം, ഇൻവെസ്റ്റ് ചെയ്തേക്കാം എന്ന് പറയുന്നത് വേറെ ആളെടുത്തൊരു സെക്കൻഡ് തോട്ട് വിളിച്ചു.